ഹായ്, ഞാൻ നീതു ജിജിൻ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ലോക്കൽ ഗവൺമെൻറ്റുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ത്യയിലെ ലോക്കൽ ഗവൺമെൻറ്റുകൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്ന ഒന്നാണ്. എന്താണ് ലോക്കൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്? അതായത് നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവിടുത്തെ ഭരണ സംവിധാനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടും ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരികൾ അല്ലെങ്കിൽ ജനപ്രതിനിധികളും ഭരണ സംവിധാനവും ഉൾപ്പെടുന്ന ഒന്നാണ് ലോക്കൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്. യൂണിയൻ, സ്റ്റേറ്റ്, ലോക്കൽ എന്നീ 3 ഗവൺമെൻറ്റുകളുള്ള ഒരു ഫെഡറൽ റിപ്പബ്ലിക്കാണ് ഇന്ത്യ എന്ന് പറയുന്നത്. 1992 ലോക്കൽ ഗവൺമെൻറ് സംവിധാനം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് 1992 74th and 73rd അമെൻമെൻറ്റ് പാസ്സാക്കി. 1993 തന്നെ ഇത് നിലവിൽ വരികയും ചെയ്തു. 73rd അമെൻമെൻറ്റ് എന്ന് പറയുന്നത് 1993 നിലവിൽ വരുന്നത് മെയ് മാസത്തിലാണ്. ആർട്ടിക്കിൾ 243 മുതൽ 243 വരെയാണ് ഇത് ഈ ആർട്ടിക്കിൾ, അതായത് 73rd അമെൻമെൻറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പഞ്ചായത്തിൻ്റെ രൂപീകരണം, അതിൻ്റെ അധികാര പരിധി, കാലയളവ്, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ 74th എന്ന് പറയുന്നത് 243P മുതൽ Z വരെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഭേദഗതിയിലാണ് 74th കുറിച്ച് പറയുന്നത്. നമുക്കറിയാം നഗരപാലിക നിയമം, അതാണ് 74th. അതായത് മുനിസിപ്പാലിറ്റി, അതിൽ തന്നെ 3 വിഭാഗങ്ങളായിട്ട് വരുന്നുണ്ട്. നഗർ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കൗൺസിൽ, പിന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ. അപ്പോൾ വലിയ നഗരങ്ങളും ചെറിയ നഗരങ്ങളും ഒക്കെ അടങ്ങുന്ന രീതിയിൽ അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തെയും അറിയാം, നമുക്ക് നമ്മുടെ ഈ ലോക്കൽ ഗവൺമെൻറ് എന്ന് പറയുന്നത് 5 വർഷ കാലയളവിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരികൾ ഉൾപ്പെടുന്നതാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പിലൂടെ 5 വർഷ കാലയളവിലേക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങളുടെ പ്രതിനിധികളെ നമ്മൾ ലോക്കൽ ഗവൺമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ, അതായത് ഈ ലോക്കൽ ഗവൺമെൻറ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ 74th എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയും 73rd എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിനകത്ത് കാര്യങ്ങളെപ്പറ്റി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും 74th 73rd വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു ലോക്കൽ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും അതിൽ നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.